ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും നിങ്ങളുടെ മുമ്പിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചതോർത്ത് ഞാൻ നന്ദി പറയുന്നു. തിരുവചനത്തിൽ നിന്നൊരു വാക്ക് നമുക്ക് വായിക്കാം. ഇവിടെ യെശയ്യാ പ്രവാചകനിൽ നിന്നാണ് സംസാരിക്കുന്നത്. യെശയ്യാ പ്രവാചകൻ 38:1. യെശയ്യാ പ്രവാചകൻ 38:1. ദൈവത്തിന് ഒരു മനുഷ്യൻ്റെ ആയുസ് നീട്ടിക്കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായും പറ്റും. ദൈവം വിചാരിച്ചാൽ ഒരു മനുഷ്യൻ്റെ ചരിത്രം വരെ മാറ്റി എഴുതാൻ പറ്റും. ബൈബിൾ പറയുന്നത് മരിച്ചവരെ ഉയർപ്പിച്ച ദൈവത്തിന് മാത്രമേ സകലതും സാധ്യമാകത്തുള്ളൂ. നമ്മുടെ ബൈബിളിലൂടെ നമുക്ക് ആ ഒരു വാക്ക് കേൾക്കാം. ഹിസ്കിയാവിനെ കുറിച്ചായിരിക്കുന്നു ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്. ഹിസ്കിയാവിനെ കുറിച്ച് യെശയ്യാ പ്രവാചകൻ 38:1. ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം ബാധിച്ചു. ആമോസിൻ്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. ആമോസിൻ്റെ മകനായ യെശയ്യാ പ്രവാചകനോട് യഹോവയായ ദൈവം വന്നിട്ട് പറയാം, നീ ഹിസ്കിയാവിൻ്റെ അടുത്ത് പോകണം, നീ മരിച്ചു പോകാൻ പോകുന്നു എന്ന് പറയണം, നിന്റെ ജീവിത കാര്യങ്ങളെല്ലാം നീ ക്രമപ്പെടുത്തണമെന്ന് പറയണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഒരു പ്രവാചകനാണ് ഹിസ്കിയാവിൻ്റെ അടുത്ത് ദൈവം പറഞ്ഞു വിടുന്നത്. അങ്ങനെ ആ പ്രവാചകൻ പോയിട്ട് പറയാം, യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിന് നേരെ തിരിഞ്ഞ് യഹോവയോട് പ്രാർത്ഥിച്ചു. ഇവിടെ യെശയ്യാവ് പറഞ്ഞതിന് ശേഷം യെശയ്യാവിനെ ഏൽപ്പിച്ച ദൗത്യം യെശയ്യാവ് ചെയ്തു. ദൈവം പറഞ്ഞ കാര്യം യെശയ്യാവ് ചെയ്തു. ഇതുപോലെ തന്നെയാണ് ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ അഭിഷക്തന്മാർ പറയുമ്പോൾ ദൈവത്തിൻ്റെ ഒരു ശബ്ദം കേട്ട്, ദൈവത്തിൻ്റെ ഒരു ദൂത് കേട്ട് അവർ ആ സത്യം മറ്റുള്ളവരോട് പറയുമ്പോൾ അവർ വിശ്വസിക്കത്തില്ല. ഹല്ലേലൂയ. ലോകക്കാരും ഇത് വിശ്വസിക്കത്തില്ല. പക്ഷേ ഇവിടെ ഒരു പ്രവാചകനോട് ദൈവം സംസാരിച്ച്, നീ ഹിസ്കിയാവിൻ്റെ അടുത്ത് പോയി പറയണം, ഞാൻ പറഞ്ഞത് എന്നിൽ നിന്ന് കേട്ടത് നീ അവനോട് പറയണമെന്ന് പറഞ്ഞു. ഹിസ്കിയാവ് അത് കേട്ടപ്പോൾ അത്യധികം വേദനിച്ചു. ഹല്ലേലൂയ. ഹിസ്കിയാവ് എന്താ ചെയ്തിരിക്കുന്നത്? അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിന് നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. എത്ര വലിയൊരു അപകടങ്ങൾ, അനർത്ഥങ്ങളും, മരണഭയം, സംഹാരകൻ നമ്മുടെ അടുക്കൽ വന്നാൽ നീ ഒരു പ്രാർത്ഥിക്കുന്ന ഒരു പൈതലാണെങ്കിൽ, നീ ദൈവത്തെ നിരന്തരം നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു മകനോ മകളോ ആണെങ്കിൽ മരണം വരെ നിന്റെ മുമ്പിൽ നിന്ന് നീങ്ങിപ്പോകും. ഹല്ലേലൂയ. പക്ഷെ നിന്റെ പ്രാർത്ഥന ദാനിയേൽ പ്രാർത്ഥിച്ചതുപോലെ 3 നേരം യെരൂശലേം ദേവാലയത്തിൻ്റെ നേരെ അവൻ്റെ വാതിലുകൾ തുറന്നു വെച്ച്, ആ കിളിവാതിൽ തുറന്ന് 3 നേരം അവൻ ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയതുപോലെ നീയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നൊരു മകളാണോ മകനാണോ എങ്കിൽ നിന്റെ മുൻപിൽ ഒരു അനർത്ഥം വരുവാൻ പോകുന്നു എന്ന് ഒരഭിഷക്തൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ അത് മാറിപ്പോയിരിക്കും. ഇവിടെ പ്രവാചകനോട് ദൈവമാണ് പറഞ്ഞത്, നീ ഹിസ്കിയാവിൻ്റെ അടുക്കൽ പോവുക, നിന്റെ ഇന്നുള്ള കാര്യങ്ങളെല്ലാം നീ ക്രമപ്പെടുത്തുക, നീ ഇന്ന് മരിക്കാൻ പോകുന്നു എന്ന് പറയണമെന്ന് പറഞ്ഞ് യെശയ്യാ പ്രവാചകൻ പോയി. ഹിസ്കിയാവ് ആ കട്ടിലിൻ്റെ ചുമരിൽ ചരിഞ്ഞു കിടന്ന് നിലവിളിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ. എന്താണ് പ്രാർത്ഥിച്ചതെന്ന് നമുക്ക് കേൾക്കാം. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും എങ്ങനെ തിരുമുമ്പിൽ നടന്നു നിന്റെ ദൃഷ്ടിയിൽ നന്മയായത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. ഹിസ്കിയാവ് പൊട്ടിക്കരഞ്ഞു. ഹിസ്കിയാവ് പറയാ, ഞാൻ നിന്റെ തിരുമുമ്പിൽ നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ, നിനക്ക് വേണ്ടി ഞാൻ ജീവിച്ചത് നീ ഒന്ന് ഓർക്കണമേ, നിന്റെ നാമത്തിനു വേണ്ടി ഞാൻ ചെയ്തത് ഒന്ന് ഓർക്കണമേ, തിരുമുമ്പിൽ ഞാൻ വിശ്വസ്തയോടും വിശുദ്ധിയോടുകൂടും ആത്മാവിൽ സത്യത്തിൽ നിന്നെ ആരാധിച്ച് നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തിയത് നീ ഒന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞ് അവൻ നിലവിളിച്ചു. ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ
ആ കട്ടിലിൽ കിടന്ന് മുഖം ചരിച്ചു വെച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവ പൈതലെ, നിന്റെ വിഷയം എന്ത് തന്നെയാണെങ്കിലും, എന്ത് തന്നെ ആയാലും, നീ പ്രാർത്ഥിക്കുന്നൊരു പൈതലാണെങ്കിൽ, നീ നിരന്തരം ദൈവസന്നിധി മുട്ടുമടക്കി നിലവിളിക്കുന്നൊരു പൈതലാണെങ്കിൽ, എത്ര വലിയ അനർത്ഥം നിന്റെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ മാറിപ്പോയിരിക്കും. നീ നിലവിളിക്കുന്നൊരു മകനാണോ, നിലവിളിക്കുന്നൊരു മകളാണോ, ദൈവസന്നിധിയിൽ നല്ലത് മാത്രം ചെയ്ത് ദൈവത്തിന് വിശുദ്ധിയും വിശ്വസ്തയോടെ നിൽക്കുന്നൊരു പൈതലാണോ, ദൈവം വിളിച്ച വിളി കേട്ട് ഇറങ്ങിത്തിരിച്ചവനാണോ, ഒരനർത്ഥവും നിന്റെ ഭവനത്തിൽ വരികയില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. ഹല്ലേലൂയ. ഇവിടെ അവൻ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. മുഖം ചുവരിനു നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടെ ഏകാഗ്ര ഹൃദയത്തോടെ എങ്ങനെ തിരുമുമ്പിൽ നടന്നു നിന്റെ ദൃഷ്ടിയിൽ നന്മയായത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. ഹിസ്കിയാവ് പൊട്ടിക്കരഞ്ഞു. അപ്പോൾ യെശയ്യാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായത്. അവൻ്റെ കണ്ണുനീര് പൊട്ടിക്കരഞ്ഞു നിലവിളിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ആ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തന്നിരിക്കും. ഒരു ദൈവവേല ചെയ്യുന്ന ഒരു മകനോ മകളോ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കണം. അവർ ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിച്ച് ദൈവം പറയുന്നത് കേട്ട് നിങ്ങളോട് അരുളി ചെയ്യുന്നേ, നിങ്ങളോട് സംസാരിക്കുന്നത്, അത് നിങ്ങൾ വിശ്വസിക്കണം. അനർത്ഥത്തിൽ വീണു പോകരുത്, അപകടത്തിൽ വീണു പോകരുത്. നീ ദൈവസന്നിധിയിൽ തിരിച്ചു വരുമ്പോൾ, നീ ദൈവസന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഹിസ്കിയാവ് പ്രാർത്ഥിച്ച് പൊട്ടിക്കരഞ്ഞതുപോലെ നിന്റെ പ്രാർത്ഥനയ്ക്കും തമ്പുരാൻ മറുപടി തന്നിരിക്കും. ഹല്ലേലൂയ. ഉടനെ ദൈവം അവൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തു. യെശയ്യാ പ്രവാചകനോട് വീണ്ടും യെശയ്യാ പ്രവാചകനോട് ദൈവം വീണ്ടും സംസാരിക്കുന്നേ. അപ്പോൾ യെശയ്യാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായത്, നീ ചെന്ന് ഹിസ്കിയാവോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. നീ പെട്ടെന്ന് പോകണം. ഹിസ്കിയാവിനോട് നീ പറയണം, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ, നിന്റെ പിതാവിൻ്റെ ദൈവമായ നിന്റെ പിതാവായ ദാവീദിന്റെ യഹോവയായ ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു. ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. നമ്മൾ വിചാരിക്കുന്ന ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കത്തില്ല. തീർച്ചയായും നീ വിശ്വസ്തയോടെ വിശുദ്ധിയോടുകൂടെ ദൈവത്തിൽ നിരപ്പ് പ്രാപിച്ച് ദാനിയേൽ പ്രാർത്ഥിച്ചതുപോലെ, ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ നീയും നിന്റെ ഹൃദയം ദൈവത്തിലേക്ക് സമർപ്പിച്ച് നീ പ്രാർത്ഥിക്കുവാണെങ്കിൽ നിന്റെ പ്രാർത്ഥനയും ദൈവം കേട്ടിരിക്കും. ദൈവമക്കളെ, ഹല്ലേലൂയ. ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഇതാ ഞാൻ നിന്റെ ആയുസ്സിനെ കൂടി 15 വർഷം കൂടെ നീട്ടി തന്നിരിക്കുന്നു. നിനക്ക് തന്ന ആയുസ്സിലും 15 സംവത്സരം വീണ്ടും ഞാൻ നിനക്ക് കൂട്ടി തന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഇത് പഴയ നിയമത്തിൽ നമുക്ക് ഇത് കാണുന്നു. ഹിസ്കിയാവിന് ആയുസ്സും ആരോഗ്യവും 15 സംവത്സരം നീട്ടിക്കൊടുക്കുന്നു എന്ന്. ഹല്ലേലൂയ. നമ്മൾ ചില സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കേണ്ട സമയം വരും. എന്നാലും ദൈവത്തിൽ നിന്ന് അകന്നു പോകരുത്. ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. ഇവിടെ നമുക്കറിയാം, പുതിയ നിയമത്തിൽ വരുമ്പോൾ മറിയയുടെ കാര്യം, മറിയയുടെ സഹോദരൻ ലാസറിനെ കുറിച്ച് നമുക്കറിയാം. യേശുവിൻ്റെ ഒരു സ്നേഹിതനായിരുന്നു ലാസർ. ഹല്ലേലൂയ. ലാസർ മരിച്ചു. 4 ദിവസമായി നാറ്റം വെച്ച സ്ഥലത്ത് മാർത്തയും മറിയയും കണ്ണുനീര് 3 ദിവസം നന്നായിട്ട് മാർത്തയും മറിയയും കരഞ്ഞു. 96 മണിക്കൂർ കടലിലിരുന്ന് മാർത്തയും മറിയയും കരഞ്ഞു. യേശു വരുമ്പോൾ ലാസറിൻ്റെ സഹോദരിയാണ് ഭക്ഷണങ്ങളൊക്കെ വെച്ച് പാചകം ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ ലാസർ സുഖമില്ലാതിരുന്നപ്പോൾ ആളയച്ചു പറഞ്ഞു യേശുവിനോട് വരുവാൻ. പക്ഷെ യേശു വന്നില്ല. കാര്യം യേശുവിൻ്റെ അത്ഭുതത്തിന് ഒരു സമയമുണ്ടായിരുന്നു. ഹല്ലേലൂയ. യേശുവിൻ്റെ സമയത്ത് അത്ഭുതം ചെയ്തിരിക്കും.
നീ ദൈവത്തെ സ്നേഹിക്കുന്ന പൈതലാണ്. നീ മരിച്ചടക്കം നാല് നാൾ കഴിഞ്ഞാലും നാറ്റം വെച്ച സ്ഥലത്ത് തമ്പുരാൻ കടന്നു വരും നിന്നെ ഉയർപ്പിക്കുവാൻ, നിന്റെ വിഷയത്തിന് മറുപടി തരുവാൻ. ഇവിടെ 4-ാമത്തെ ദിവസം യേശു കടന്നു വരേന്നേ അല്ലേ. അവനെ എവിടെ വെച്ചിരിക്കുന്നു എന്ന് ചോദിക്കുന്നു. വരിക എന്ന് സഹോദരി പറയുന്നു. ആ കല്ലറയ്ക്കൽ അടുക്കൽ കൊണ്ടുപോകുന്നു. ആ ശരീരമെല്ലാം ജീർണിച്ച് നാറ്റം വെച്ച സ്ഥലത്ത് ആ കല്ലറയുടെ അടുക്കൽ പോയി യേശു ഹൃദയത്തിൽ നിന്നൊന്ന് വിങ്ങി പൊട്ടേന്ന്. ആ കല്ലറയുടെ അടുക്കൽ പോയി യേശു പറയുക, ലാസറേ പുറത്തു വരിക എന്ന്. യേശുവിൻ്റെ ഒരു വാക്ക് നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്ക് നമ്മൾ അനുസരിക്കണം. ഇവിടെ മരിച്ച ലാസറിൻ്റെ അടുക്കൽ പോയിട്ട് പറയാ, ലാസറേ നീ പുറത്തു വരിക എന്ന്. ജനങ്ങളെല്ലാം വിസ്മയിച്ച് നോക്കി നിൽക്കേന്ന്. കാര്യം ലാസർ മരിച്ചുപോയി. 4-ാം നാൾ നാറ്റം വെച്ച സ്ഥലത്ത് യേശു കർത്താവ് വന്നാൽ ഇങ്ങനെ ഒരു അത്ഭുതം നടന്നത് അവിടെ കൂടിയ ജനങ്ങളെല്ലാം കണ്ടിട്ട് എല്ലാവരും അത്ഭുതമായി യേശുവിനെ നോക്കി. കാര്യം നമുക്ക് ചിന്തിക്കാം, ആ ദേശത്തുള്ളവർ ചില സമയം യേശുവിനെ കുറ്റം പറഞ്ഞ സ്ഥലമായിരിക്കാം, യേശുവിനെ അപമാനിച്ച സ്ഥലമായിരിക്കാം. പക്ഷേ ആ ബെഥാനിയ എന്ന് പറയുന്ന സ്ഥലത്ത് ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ ഗ്ലോറി അവിടെ ഇറങ്ങേണ്ടത് 4-ാമത്തെ ദിവസമായിരിക്കാം. ജനങ്ങളെല്ലാം കണ്ട് വിസ്മയിക്കണം, അത്ഭുതപ്പെടണം ജനങ്ങൾ കണ്ടിട്ട്. 4-ാം നാൾ നാറ്റം വെച്ച സ്ഥലത്ത് ആ കല്ലറയുടെ അടുക്കൽ വന്ന് യേശു ഒരു ദൈവപുത്രനാണെന്ന് അവിടെ തെളിയിക്കാനാണ് ദൈവത്തിൻ്റെ ഹിതം. ഹല്ലേലൂയ. ആ സ്ഥലത്ത് പോയി ആ കല്ലറയുടെ അടുക്കൽ ഒറ്റ വാക്ക് ലാസറിനോട് പറഞ്ഞു, ലാസറേ നീ പുറത്തു വരിക. ദൈവത്തിൻ്റെ ഒരു വാക്ക് കേട്ട് കല്ലറയ്ക്കകത്ത് കിടന്നവൻ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്രമാത്രം ദൈവസന്നിധിയിൽ പുറത്തു വരണം. നിങ്ങളിപ്പോൾ കല്ലറയുടെ അവസ്ഥയിലാണ് നിങ്ങൾ കിടക്കുന്നത്. നാറ്റം വെച്ച സ്ഥലത്താണ് നിങ്ങൾ കിടക്കുന്നത്. ജനങ്ങളെല്ലാം നിങ്ങളെ ഒറ്റപ്പെടുത്തിയാണ് നിൽക്കുന്നത്. ഭാരപ്പെടേണ്ട ദൈവ പൈതലേ, നീ ദൈവത്തിൻ്റെ അടുക്കൽ വാ. നീ ദൈവത്തിൻ്റെ വാക്ക് കേൾക്ക്. ദൈവം നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന നന്മകളെ നീ ഓർത്ത് കഴിഞ്ഞ കാര്യങ്ങളെ മറന്നു പോക്. ഇവിടെ ദാവീദ് സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ സർവാന്തരംഗമേ അവൻ്റെ നാമത്തെ ഉയർത്തുക, അവൻ ചെയ്ത ഉപകാരങ്ങൾ നീ ഒരു കാലത്തും മറക്കരുത്. ഹല്ലേലൂയ. ഇന്ന് ദൈവജനങ്ങൾ 10 വിഷയം സഭയിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് 9 വിഷയത്തിനായി ദൈവം അഭിഷക്തരുടെ മറുപടി കൊടുത്താൽ ഒരു വിഷയത്തിന് മറുപടി കൊടുത്തില്ലെങ്കിൽ ദൈവത്തെ തള്ളിപ്പറയുന്ന ജനങ്ങളാണ് ഇന്ന് ഭൂമിയിലുള്ളത്. പക്ഷേ നിനക്കൊരു വിഷയത്തിന് മറുപടി കിട്ടിയില്ലെങ്കിൽ ദൈവ പൈതലേ, നീ 9 വിഷയത്തിന് നിനക്ക് മറുപടി തന്നിട്ടുണ്ടെങ്കിൽ നീ ആ ദൈവസന്നിധിയിൽ നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ ആ ദൈവത്തെ നീ ആരാധിക്കുവാണെങ്കിൽ ഈ 10-ാമത്തെ വിഷയത്തിലും ദൈവം മറുപടി തരുവാൻ മതിയായവനാണ്. ഹല്ലേലൂയ. പിശാച് നമ്മൾ പറഞ്ഞു, നീ ഏകനാണ്, നീ ഒറ്റയ്ക്കാണ്, നിനക്കിന് മറുപടി കിട്ടത്തില്ല, നീ മരിച്ചു പോകും, നീ രോഗാവസ്ഥയിലാണ്, നിന്റെ ജീവിതം തകർന്ന് ഇനി മുന്നോട്ട് നിനക്ക് വഴിയില്ല, നിന്നെ ആരും സഹായിക്കാനില്ല എന്ന് പിശാച് നമ്മുടെ മനസ്സിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മളാണ് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തേണ്ടത്. നമ്മൾ തന്നെ നമ്മുടെ ബെഡ്റൂമിൽ പോകുക, കണ്ണാടിയുടെ മുൻപിൽ നിന്ന് നമ്മൾ പറയണം, നമ്മുടെ ഹൃദയത്തിൽ കൈവച്ച് നമ്മൾ തന്നെ പ്രാർത്ഥിച്ച് എൻ മനമേ, നമ്മുടെ മനസ്സിന് പറഞ്ഞു എൻ മനമേ, ഈ മനസ്സ് നീ ഒന്ന് മിണ്ടാതിരിക്കുക, ആവശ്യമില്ലാത്ത കാര്യത്തിൽ നീ ഇടപെടരുത്. എന്നെ വിളിച്ചത് ദൈവമാണ്, എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കും. മനമേ നീ ഒന്ന് മിണ്ടാതിരിക്കേ, ഞാൻ ഒറ്റയ്ക്കല്ല, കർത്താവ് എൻ്റെ കൂടെയുണ്ട്, എൻ്റെ കൂടെ വരുന്നവൻ, അവൻ എൻ്റെ കൂടെ വസിക്കുന്നവനാണ്. നീ എന്തിനാണ് ഭാരപ്പെടുന്നത്? ഈ വിഷയത്തിന് മറുപടി കിട്ടിയാൽ ഭാരപ്പെടരുത്. നിനക്ക് ലോണിൻ്റെ വിഷയത്തിന് മറുപടി തന്നില്ലേ, വീടിൻ്റെ വിഷയത്തിന് മറുപടി തന്നില്ലേ, വാഹനത്തിൻ്റെ വിഷയത്തിന് മറുപടി തന്നില്ലേ, രോഗിയായി കിടന്നപ്പോൾ നിനക്ക് സൗഖ്യദായകനായി യേശു കൂടെ ഉണ്ടായില്ലേ, നിനക്കൊരു കുഞ്ഞില്ലാത്ത സമയത്ത് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം നിനക്കൊരു കുഞ്ഞു തന്നില്ലേ. ഇതൊന്നും നീ മറന്നു പോകരുത്. ഇപ്പോഴുള്ള വിഷയത്തിന് മറുപടി നിനക്ക് കിട്ടാൻ ഇത്തിരി താമസിച്ചാലും നീ ദൈവത്തിന് നന്ദിയുള്ള ഹൃദയമായി തിരിക്കണം. എപ്പോഴും നമ്മുടെ മനസ്സിലെ ഭാരങ്ങൾ ദൈവകരങ്ങളിൽ കൊടുക്കണം. പ്രാർത്ഥിക്കുന്ന മകളും മകനായി തീരണം.
യെശയ്യാവിന് വേണ്ടി ദൈവം 15 സംവത്സരം നീട്ടിയിട്ടുണ്ടെങ്കിൽ, രോഗിയായി കിടക്കുന്നവർ ഇന്ന് ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ആ കട്ടിൽ നിന്ന് എഴുന്നേൽക്ക്, നിങ്ങൾ പ്രാർത്ഥിക്ക്. നിങ്ങൾ മരണത്തെ കാത്തിരിക്കുന്ന മക്കളാകരുത്. മരണം അവിടെ നിൽക്കട്ടെ, നിങ്ങൾ ഇരുന്നിടത്തുനിന്ന് എഴുന്നേൽക്ക്, അല്ലെങ്കിൽ കിടന്നിടത്തുനിന്ന് എഴുന്നേൽച്ച് നിങ്ങൾ പ്രാർത്ഥിക്ക്. മരണം മാറിപ്പോകും, അസമാധാനം മാറിപ്പോ. നിന്റെ ജീവിതത്തിൽ സമാധാനം സന്തോഷവും തരും. പിശാച് ഒരു ഭവനത്തിൽ വരുന്നത് എന്തിനാണ്? അറുക്കാനും മുടിക്കാനും മോഷ്ടിക്കുവാനും. പിശാച് ഒരു ഭവനത്തിൽ വരുമ്പോൾ ദൈവം വരുന്നത് ജീവൻ തരുവാനും അത് സമൃദ്ധിയായി തരുവാനുമാണെന്ന് നിങ്ങൾ വിശ്വസിക്കണം. നീ പാപിയായി തീരാനല്ല വിളിച്ചത്. കാൽവറി കുരിശ് 2025 വർഷങ്ങൾക്ക് മുമ്പേ എൻ്റെ കർത്താവ് നിന്റെ സകല പാപങ്ങളും ഭാരങ്ങളും രോഗങ്ങളും ചുമന്ന് അവിടെ ജയോത്സവം കൊണ്ടാടി. ഇനി ഞാൻ രോഗിയായിരിക്കത്തില്ല. മനസ്സ് പറയും നീ രോഗിയാണ്, നീ തളർന്നു പോകും, നീ ഒറ്റയ്ക്കാണ്, നീ വേദനിച്ച് നിരാശപ്പെട്ട് നീ തളർന്നു പോകും, നിനക്കിനി മുന്നോട്ട് വഴിയില്ല, നിന്നെ കൈപിടിച്ചുയർത്താൻ ആരുമില്ല. വേണ്ട ദൈവമക്കളെ, കർത്താവ് കരം പിടിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ചില ആൾക്കാർ പറയുന്നത് പോലെ ഞാനൊരു 4 വരി പാട്ട് പാടാം. ഹല്ലേലൂയ. നമ്മൾ ഒരിക്കലും ഏകനാണെന്ന് ചിന്തിക്കരുത്, നമ്മൾ ഒറ്റയ്ക്കാണെന്ന് ചിന്തിക്കരുത്. യഹോവയായ ദൈവം എന്നെ നീതിയോട് വിളിച്ച് അവൻ എൻ്റെ കരം പിടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ എന്നെ അക്കരെ എത്തിക്കും. ഞാൻ പോകേണ്ട സ്ഥലം ബൈബിൾ പറയും, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എൻ്റെ വഴിയല്ല ദൈവത്തിൻ്റെ വഴി, എൻ്റെ സമയമല്ല ദൈവത്തിൻ്റെ സമയം. ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ നിനക്ക് തടസ്സമായി നിൽക്കുന്ന ഏത് വിഷയമാണ്, ആ വിഷയത്തിനാണ് നിൻ്റെ അരുമനാഥൻ നിനക്ക് മറുപടി തന്നിരിക്കും. ഹല്ലേലൂയ. ഇവിടെ നമുക്കൊരു 4 വരി പാട്ട് കേൾക്കാം. ഏകനല്ലെന്നോർത്തിടുമ്പോൾ എന്തൊരാനന്ദം, സ്നേഹിതനാമേശു എൻ്റെ കൂടെയുള്ളതിനാൽ. ഏകനല്ലെന്നോർത്തിടുമ്പോൾ എന്തൊരാനന്ദം, സ്നേഹിതനാമേശു എൻ്റെ കൂടെയുള്ളതിനാൽ. അനാഥനല്ല യോഗ്യനല്ല ഇനിയൊരു നാളും, താങ്ങും തണലുമായി എൻ്റെ യേശു ഉണ്ടല്ലോ. താങ്ങും തണലുമായി എൻ്റെ യേശു ഉണ്ടല്ലോ. അറിഞ്ഞിരുന്നു ഞാൻ ഏകനായി ഭൂമിയിൽ, അലഞ്ഞിരുന്നു ഞാൻ ഏകനായി ഭൂമിയിൽ. അറിഞ്ഞതില്ല ഞാൻ എൻ്റെ സ്നേഹനാഥനെ, പാപഭാരം പേറി ദുഃഖിതനായി ഞാൻ. കഴിഞ്ഞു പോയ കാലമെന്ന് ഓർത്തിടുന്നു ഞാൻ. യേശുവേ എൻ്റെ ദൈവമേ, യേശുവേ എൻ്റെ സ്നേഹമേ. ആ യേശുവിൻ്റെ സ്നേഹം നമ്മുടെ മേലെ വരുമ്പോൾ കഴിഞ്ഞു പോയ സമയത്തെല്ലാം നമ്മൾ ഓർത്തും നമ്മൾ ഒറ്റയ്ക്കാണ്, നമുക്കാരുമില്ല. പക്ഷെ കർത്താവ് ഉണ്ടെങ്കിൽ പിന്നെ ഈ ലോകത്ത് ആരാണ് വേണ്ടത്? കർത്താവാണ് കരം പിടിച്ചിരിക്കുന്നത്. നമ്മൾ അലഞ്ഞിരുന്ന ഒരു സമയത്ത് ഞാൻ ഒറ്റയ്ക്കാണ്, ഞാൻ ഏകനാണ്, എനിക്കാരുമില്ല. ആ സമയത്താണ് ദൈവം നിന്നെ തേടി വന്നത്. ആ സമയത്താണ് നിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞത്, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, ഒറ്റയ്ക്കാണെന്ന് നിങ്ങൾ വിഷമിക്കരുത്. ഒറ്റയ്ക്കുള്ളവരെയാണ് ദൈവത്തിന് ഇഷ്ടം. നിന്നെ താങ്ങാനും നിനക്ക് തണലായി തരുവാനും എൻ്റെ യേശു കൂടെയുണ്ട്. ഒരിക്കലും ദൈവം ചെയ്ത ഉപകാരങ്ങൾ മറക്കരുത്. നിനക്കൊരു ജോലി വാഗ്ദത്തം ചെയ്തത് ദൈവമാണ്. നിനക്ക് തന്ന ജോലിയെ നീ മറന്നു പോകരുത്. നിനക്ക് തന്ന ഭവനത്തെ, വാഹനത്തെ, അപ്പനെ, അമ്മയെ, സഹോദരി, സഹോദരന്മാരെ, സഭയെ ഒന്നും നീ മറന്നു പോകരുത്. നിനക്ക് പിശാച് കാണിക്കുന്ന വാതിലുകൾ വിശാലമായ വാതിലുകൾ. ചില സഹോദരി സഹോദരന്മാർക്ക് വിശാലമായ വാതിൽ പിശാച് തുറന്നു കൊടുത്തിട്ട് പറയാം, ഇതുവഴി നീ വന്നാൽ നീ പെട്ടെന്ന് രക്ഷപ്പെടുമെന്ന്.
രക്ഷയുടെ വാതിൽ എന്താണെന്ന് ബൈബിളിൽ നീ പഠിച്ചിട്ടുണ്ട്. പക്ഷെ നിനക്ക് മറന്നു പോകരുത്. ദൈവത്തിൻ്റെ വാതിൽ ഇത്തിരി ഇടുങ്ങിയതും ഇത് നുറുങ്ങിയതുമാണ്. ഒരു വിശാലമായ വാതിലല്ല ദൈവത്തിൻ്റെ വാതിൽ. എന്നാൽ ഇടുങ്ങിയതും നുറുങ്ങിയതുമായ വാതിൽ കൂടെ നീ ഞെരിഞ്ഞ് തിക്കി തിരക്കി കടന്നു പോയാൽ മാത്രമേ ദൈവത്തിൻ്റെ വാതിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നിനക്ക് കാണാൻ പറ്റത്തുള്ളൂ. പിശാച് കാണിക്കുന്ന വിശാലമായ വാതിൽ നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റാനാണ്. ദൈവത്തിൻ്റെ പദ്ധതിയല്ല, അത് പിശാചിൻ്റെ പദ്ധതിയാണ്. ദൈവത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ ഓരോ സമയവും ദിനംതോറും നിന്റെ വേദനകളിലൂടെ നീ കടന്നു പോവുകയാണെങ്കിൽ തീർച്ചയായും ദൈവം നിന്നെ രക്ഷിച്ചിരിക്കും. നീ എത്തേണ്ട സ്ഥലത്ത് ദൈവം നിന്നെ എത്തിക്കും. അരുമനാഥൻ്റെ കൂടെയാണോ നീ യാത്ര ചെയ്യുന്നത്? നീ ഒരു ദൈവ പൈതലാണോ? നിനക്ക് ചെയ്ത വാഗ്ദത്തത്തെ നീ ഓർക്കാതെ മറന്നു പോയോ? പിശാചിൻ്റെ വഴിയാണ് നീ പോകുന്നത്. പക്ഷെ ദൈവം നിനക്ക് ചെയ്ത ഉപകാരങ്ങൾ ഈ 2025 ഡിസംബർ മാസം വരെ നിനക്ക് ഇന്നലെ വരെ ദൈവം ചെയ്തെന്ന ഉപകാരങ്ങൾ നീ മറന്ന് പിശാച് കാണിക്കുന്ന വിശാലമായ വാതിൽ, മാനുഷിക തന്ത്രങ്ങൾ പറയുന്ന വാതിലുകൾ, പെട്ടെന്ന് നീ കോടീശ്വരനാകും, പെട്ടെന്ന് നിനക്ക് സ്ഥാനമാനങ്ങൾ കിട്ടും. താൽക്കാലികം. കാണുന്നതെല്ലാം താൽക്കാലികം, കാണാത്തതെല്ലാം നിശ്ചയം. കാണാത്തതിൻ്റെ പിറകെ പോവുക, യേശുവിൻ്റെ പിറകെ പോവുക. യേശു നിന്നെ വലിയവനാക്കുമെന്ന് അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്നെ അത് ചെയ്തിരിക്കും. നീ ഒരു വാഗ്ദത്ത സന്തതിയാണ്. ഇന്ന് കാണുന്ന ഈ സൗഭാഗ്യത്തെ നീ ഇന്ന് കാണുന്ന സൗഭാഗ്യത്തെ കണ്ട് യേശുവിനെ മറന്നു പോകരുത്. നിനക്ക് വേണ്ടി നെഞ്ചുരുകി പ്രാർത്ഥിച്ചവരെ നീ ഓർക്കണം. നിനക്കൊരു ജോലിക്ക് വേണ്ടി, നിനക്കൊരു ഭവനത്തിന് വേണ്ടി, വാഹനത്തിന് വേണ്ടി, നിനക്കൊരു വിദ്യാഭ്യാസത്തിന് വേണ്ടി, നിനക്കൊരു നന്മയ്ക്ക് വേണ്ടി, നിന്റെ രോഗസൗഖ്യത്തിന് വേണ്ടി, പല ആപത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കുവാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു അഭിഷക്തനെ നീ ഓർക്കണം. ഇല്ലെങ്കിൽ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രവാചകന്മാരെ നീ ഒന്ന് ഓർക്കണം. നീ ദൈവത്തിൻ്റെ പൈതലായി തീരണം. ഒരിക്കലും ഒറ്റയ്ക്കാണ്, ഞാൻ നിരാശപ്പെട്ടു, എനിക്കാരുമില്ല എന്ന് നമ്മുടെ മനസ്സ് നമ്മളോട് പറയുമ്പോൾ നമ്മളെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കണം. പറഞ്ഞ് പഠിപ്പിക്കണം, ഞാൻ ഒറ്റയ്ക്കല്ല, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു ദൈവം സ്വർഗത്തിലുണ്ട്. ഞാൻ വിളിച്ചാൽ, ഹിസ്കിയാവ് പ്രാർത്ഥിച്ചതുപോലെ നെഞ്ചുപൊട്ടി പ്രാർത്ഥിച്ചാൽ തീർച്ചയായും എൻ്റെ ദൈവം എൻ്റെ ആയുസ്സും ആരോഗ്യം നീട്ടിത്തരും. എനിക്ക് നഷ്ടപ്പെട്ടതിൻ്റെ ഇരട്ടി പങ്ക് എൻ്റെ ദൈവം എനിക്ക് തരുമെന്ന് നിങ്ങൾ ഇന്നു മുതൽ വിശ്വസിക്കണം. ദൈവമക്കളെ, ഇന്നു മുതൽ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കട്ടെ. ഈ പുതിയ വർഷത്തിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ കാണുന്നതെല്ലാം താൽക്കാലികം, കാണാത്തതെല്ലാം നിശ്ചയമെന്ന് നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും 2026 തമ്പുരാൻ നിങ്ങളെ മാനിക്കും, നിങ്ങളെ ഉയർത്തും. ശത്രുക്കളുടെ മുൻപേ നിങ്ങൾക്ക് മേശ ഒരുക്കി തരും. നിങ്ങൾ ഭാരപ്പെടേണ്ട, നിങ്ങൾ വേദനിക്കേണ്ട. ദൈവം തന്ന ഉപകാരങ്ങളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോട് ദൈവത്തെ സ്തുതിക്ക്. മറന്നു പോകരുത്, അഹന്ത വരരുത്. ഇതെല്ലാം നാശത്തിലേക്കാണ്. നമ്മളെ തന്നെ താഴ്ത്തിയാൽ മാത്രമേ നമ്മളുടെ ദൈവനാമത്തെ മഹത്വപ്പെടുത്താൻ പറ്റത്തുള്ളൂ. ദൈവത്തിന് നമ്മളെ വളർത്താൻ ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ ഹൃദയം ശരിയല്ലെങ്കിൽ ദൈവത്തിന് നമ്മളെ വളർത്താൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിന്റെ നിലവിളിക്ക് മുൻപിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് തമ്പുരാൻ മറുപടി തരുമെന്ന് ഇന്ന് വചനത്തിലൂടെ തമ്പുരാൻ സംസാരിച്ചിരുന്ന നീ വിശ്വസിക്കുക. ഹല്ലേലൂയ. നമുക്ക് കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പാ പിതാവേ, ഈ വചനം സംസാരിക്കുവാൻ നിന്റെ മകൾക്ക് തന്ന നല്ല ശബ്ദത്തെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. നീ എനിക്ക് തന്ന ആരോഗ്യത്തെ, ആയുസ്സിനെ ഓർത്ത് നന്ദി പറയുന്നു. ഇന്ന് വരെ നടത്തിയ എല്ലാ വഴികൾക്കും നന്ദി പറയുന്നു. ഈ വചനം കേട്ട ഓരോ മക്കളും ഒറ്റക്കായിപ്പോയി, ഇനി മുന്നോട്ട് വഴിയില്ല, എല്ലാം തടസ്സമാണ്, എല്ലാം നഷ്ടപ്പെട്ടു. പിശാച് അറുക്കാനും മുടിക്കാനും മോഷ്ടിക്കാനും എൻ്റെ ഭവനത്തിൽ കയറി, ഞാൻ ഒറ്റയ്ക്കെന്ന് ചിന്തിക്കുന്നു. അന്ന് ദൈവം ഒരു ഭവനത്തിൽ കടന്നു വരുന്നത് ജീവൻ തരുവാൻ, അത് സമൃദ്ധിയായി തരുവാനുമാണെന്ന്. നിന്റെ ജനങ്ങളിൽ നീ വചനത്തിലൂടെ വിശ്വാസം യോഗ്യമുള്ള മക്കളായി തീരട്ട് കർത്താവ്. ഇവിടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ അപ്പാ. അവർ രോഗത്താൽ ഭാരപ്പെടുന്നുണ്ടോ? മാനസിക സംഘർഷം കൊണ്ട് ഭാരപ്പെടുന്നുണ്ടോ?
ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഭാരപ്പെടുന്നു. ആത്മീയ ജീവിതത്തിൽ തടസ്സം കർത്താവേ, ഇതിന്നെല്ലാം വിടുവിക്കണമേ കർത്താവേ. ആ രക്ഷയുടെ പാനപാത്രം കയ്യിലെടുക്കുവാൻ കൃപ നൽകണമേ കർത്താവേ. നശിച്ചു പോകുന്ന ആഹാരമല്ലപ്പാ അപ്പാ, നശിച്ചു പോകാത്തൊരാഹാരമാണപ്പാ ദൈവത്തിൻ്റെ വചനം. നശ്വരമായ ബീജത്താലല്ല, അനശ്വരമായതും നിലനിൽക്കുന്നത് ജീവിക്കുന്നതുമായ ദൈവവചനത്താൽ വേരൂന്നി വളരുവാൻ നിന്റെ മക്കളുടെ ഹൃദയദൃഷ്ടികളെ പ്രകാശിപ്പിക്കണമേ എന്ന് പിതാവേ പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പാ. യേശുപ്പച്ച, ഓരോ പ്രവാചകന്മാർ അഭിഷക്തന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പ, ചെറുതും വലുതുമായ കൂട്ടായ്മകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പ, അവരാരാധനകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പ, ദേശങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പ, എല്ലാവരെയും കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ. നിന്റെ നാമത്തിൻ്റെ ശക്തി എല്ലാവരും കാണട്ടപ്പ. നീ ജീവിക്കുന്നൊരു ദൈവമാണെന്ന് മാനവകുലം തിരിച്ചറിയാനുള്ള വഴികൾ അവിടുന്ന് തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. സ്വർഗന്നെ എൻ്റെ കുടുംബത്തെ അവിടുന്ന് അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. മഹത്വം അങ്ങെടുക്കണമേ പിതാവേ, യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. നന്ദി അപ്പാ, സ്തോത്രം.